ക്ഷേത്രങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടത്തേക്കുള്ള ക്ഷേത്രങ്ങളെന്ന് പറഞ്ഞാൽ 7 ക്ഷേത്രമുണ്ട്. അത് ഞാൻ പിന്നീട് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഈ ഇവിടെ വന്ന് കളരി താമസമുണ്ട്, വീട്ടിൽ കൊട്ടാരത്തിൽ താമസമുണ്ട്, കളരി ഉണ്ടാക്കുകയും അവിടുന്ന് അപ്പം കളരിയിൽ എന്തെല്ലാം കാര്യങ്ങൾ, ആയുധങ്ങൾ ഈ പഠിക്കുന്നതിനുള്ള കാര്യങ്ങൾ, പടക്കോപ്പുകളും പടയണികളും ഉണ്ടാക്കുകയായിരുന്നു. അത്രയ്ക്ക് വൈരാഗ്യമായിരുന്നു അദ്ദേഹമായിട്ടുണ്ടായത്. അപ്പോൾ അതാണ് അതിൻ്റെ ആഴം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനൊരു കളരി ഉണ്ടാക്കേണ്ട കാര്യവും പടക്കോപ്പുകളും ഉണ്ടാക്കേണ്ട കാര്യമില്ലായിരുന്നു. അതിൽ പെട്ടതാണ് ഈ പീരങ്കിയൊക്കെ എന്ന് പറയുന്നത്. അങ്ങനെ വന്നുകൂടിയതാണ്. ഒരു പല്ലൊക്കെ ഉണ്ടായിരുന്നു, സാമൂഹ്യദ്രോഹികൾ അത് നശിപ്പിച്ചിട്ടു. അപ്പോൾ അതൊരാൾ ചെയ്തു തരാമെന്നും പറഞ്ഞിരിക്കുന്നു. അത് കാര്യത്തിലോട്ട് കിടക്കുമ്പോഴേ അത് ചെയ്താൽ മതിയെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഈ വീട്ടുകാർ ഇവിടെ വന്ന് താമസമായിരുന്ന സമയത്താണ് മാർത്താണ്ഡവർമ്മ എറണാകുളം തൊട്ട് പിടിച്ചടക്കി ഇങ്ങനെ വരികയാണ്. അപ്പോൾ അതിനു മുമ്പായിട്ട് അദ്ദേഹത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ ഈ കൊട്ടാരമായിട്ടൊരു ബന്ധമുണ്ട്. ആ ബന്ധത്വത്തിൻ്റെ പേരിൽ മാത്രമല്ല ഈ മാർത്താണ്ഡവർമ്മ അരിപ്പാട് വരും. അരിപ്പാട് താമസിക്കുന്ന കരിപ്പൂലി കൊട്ടാരം എന്ന് പറയും. ആ കൊട്ടാരം ഇന്ന് ദേവസ്വം ബോർഡിൻ്റെ ഒരു ഓഫീസർ, റെയിൽവേ സ്റ്റേഷൻ തൊട്ട് പടിഞ്ഞാറേപ്പുറത്ത് കാട് കയറി കിടക്കുന്നു. ഈയിടെ ഒരു പേപ്പർ ന്യൂസൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ താമസമുണ്ട്. ഇവിടെ കുറുമാനം കൊടുത്തേക്കും. അന്ന് ഇവിടെ ഈ പല്ലക്കിലാണ് ഇവിടുത്തെ അമ്മ പോകുന്നത്. അപ്പോൾ അങ്ങനെ അവിടെ ചെന്ന് ഈ അമ്മ കാർത്തിക തിരുനാൾ എന്നാണ് മാർത്താണ്ഡവർമ്മയുടെ അമ്മയുടെ പേര്. കാർത്തിക തിരുനാളിൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ അമ്മയെ മാത്രമേ ഉള്ളൂ, വട്ടപ്പറമ്പിൽ അമ്മയെ മാത്രമേ ഉള്ളൂ. അവർ പറയുന്നത് എന്തും വിശ്വസിക്കും. ഇങ്ങനെ ഒരു രക്ഷകയും കൂടായിരുന്നു. ഇവിടുത്തെ അമ്മയ്ക്ക് വലിയ ധൈര്യവും എല്ലാ കാര്യങ്ങളും ഒരു ദിവ്യദൃഷ്ടിയുള്ള കൂട്ടത്തിലാണ്. അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഇവിടെ വന്ന് കളരി വരികയൊക്കെ ചെയ്യാനോ കൊച്ചിലെ. അപ്പോൾ ഇദ്ദേഹം യുദ്ധത്തിന് കായങ്ങളും പിടിച്ചടക്കുന്ന കാലങ്ങൾ വന്നപ്പോൾ 3 പ്രാവശ്യം കണ്ട്, എൻ്റെ അറിവ് ശരിയാണോ എന്നറിയാൻ വയ്യ, എന്നിരുന്നാലും കേട്ടിരിക്കുന്നത് 3 പ്രാവശ്യം കണ്ട് മാർത്താണ്ഡവർമ്മ യുദ്ധത്തിൽ കായംകുളം രാജാവായിട്ട് തോറ്റു. ഈ കായംകുളം രാജാവ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കായംകുളം രാജാവ് കായംകുളത്തുകാരനല്ല. എല്ലാവരും ധരിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. എൻ്റെ അറിവ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ പുള്ളി ആലുവക്കാരനാണ് അറിവ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില ചെയ്തികളും സഹോദരങ്ങളുള്ള അങ്ങനെയുള്ള സഹോദരന്മാരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഇവിടെ ആയിരുന്നു. അങ്ങനെയൊക്കെയുള്ള ചില പെശക് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് ഇത് ഇവിടെ നിന്ന് പോകുന്നത്. ഇനി ഇദ്ദേഹത്തിനെ ഇവിടെ വെച്ച് തീർക്കുക ചെയ്തത്. പലരും പല വിധത്തിൽ പറയുന്നുണ്ട്. ചരിത്രം ഇങ്ങനെ പറയുന്നത് കായംകുളത്തിന് കിഴക്ക് ഗായത്രി സ്കൂളിൻ്റെ തൊട്ട് തെക്കേപ്പുറത്തൊരു വീടുണ്ട്. അവിടെ വെച്ചാണ് അദ്ദേഹത്തിനെ കൊല്ലുന്നത് ശരിക്കും പറഞ്ഞാൽ. അത് മാർത്താണ്ഡവർമ്മയുടെ ഓർഡറാണ്. എന്ന് പറഞ്ഞാൽ കുതിരപ്പന്തി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് കുതിരപ്പുറത്ത് ഇങ്ങനെ വരിക. അദ്ദേഹത്തിനെ പല വഴിക്കും നോക്കി നടന്നില്ല. ഇങ്ങനെ വരുന്ന കൂട്ടത്തിൽ ചാരന്മാർ മുഖേനയാണ് അറിയുന്നത്. അങ്ങനെ അവിടെ വന്ന് ഒറ്റ വെട്ടാവുന്ന ആ ഒറ്റ വെട്ടി തലയിട്ടു. അവിടെ ആ വീട്ടിൽ ഇന്നും വിളക്ക് കത്തിക്കുന്നുണ്ട്. അവിടെ ഇതൊന്നും അങ്ങനെ വലുതായിട്ട് ആർക്കും അറിയത്തില്ല. ഈ വേറൊരു കാര്യം പറഞ്ഞുതരാം. ഈ പ്രദേശത്ത് ഈ ഒരു കൊട്ടാരവും വീടും ഒക്കെ കിടക്കുന്നല്ലോ. ഈ പ്രദേശത്ത് ഇതിൻ്റെ ചരിത്രം അറിയാവുന്നവരാരും ഇല്ലല്ലോ. ഇതൊക്കെ ഞാൻ ഒരു ശരിക്കും പറയുമ്പോൾ ഒരു കംപ്ലീറ്റ് പറയാനൊക്കത്തില്ല. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനോട് ബന്ധപ്പെട്ട് ഒരുപാട് ഹിസ്റ്ററികളുണ്ട്. അതൊന്നും എല്ലാം ഒന്നും എനിക്കും അറിയത്തുമില്ല. അങ്ങനെ അപ്പോൾ എനിക്കറിയാവുന്ന രീതിയിലുള്ള ഒരു കാര്യം ചുരുക്കി പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അടുത്ത എപ്പിസോഡിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഞങ്ങൾ അടുത്ത എപ്പിസോഡുമായിട്ട് ഉടനെ എത്തുന്നതായിരിക്കും. ഓക്കെ, ബൈ.